ഉണ്ണികൃഷ്ണൻ സർ, നമസ്കാരം. സ്വന്തം തെറ്റുകുറ്റങ്ങളെ മറച്ചു വെക്കാനാണോ കോൺഗ്രസിൻ്റെ ഈ ഒരു നാടകമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അവർ അംബേദ്കർ വിഷയത്തിൽ. എന്തിനാണെന്ന് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. സി പി എമ്മും കോൺഗ്രസിനെതിരെയാണോ ഈ വിഷയത്തിൽ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അംബേദ്കർ വിഷയത്തിൽ വലിയൊരു മൗനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണങ്ങൾ അമിത്ഷായ്ക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും ഉണ്ടാവുന്നില്ല. യഥാർത്ഥത്തിൽ ഭരണഘടനയെ അട്ടിമറിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ അടിയന്തരാവസ്ഥ എങ്ങനെ കൊണ്ടുവന്നു, ഏറ്റവും സുപ്രധാനപ്പെട്ട ഷബാനു കേസിനെ നിയമനിർമ്മാണത്തിലൂടെ എങ്ങനെയാണ് അട്ടിമറിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മളിതിനെ കണക്ട് ചെയ്യേണ്ടത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് വിജയരാഘവൻ കേരളത്തിൽ നടങ്ങിയ ഒരു പ്രസ്താവനയാണ്. ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത് ഭരണഘടനയോടല്ല കോൺഗ്രസിന് യഥാർത്ഥത്തിലുള്ള കൂറ്, മറ്റാരോടൊക്കെയോ ആണ്. ഇത് സത്യമല്ല യഥാർത്ഥത്തിൽ? ഈ കോൺഗ്രസ് ഭരണഘടനയെ മോർച്ചറിയിൽ വെച്ച ഇരുണ്ട ദിനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കൊപ്പമോ അതിലേറെയോ ഭരണഘടനയെ അട്ടിമറിച്ച മറ്റൊരു നീക്കം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടേതായിരുന്നു. ഈ നീക്കം നടത്തിയത്, ഈ മാറ്റം നടത്തിയത് രാജീവ് ഗാന്ധിയായിരുന്നു. 1985 ഷബാനോ എന്ന് പേരുള്ള ഒരു വൃദ്ധയായ മുസ്ലിം സ്ത്രീ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവർ ജീവനാംശം തേടി വർഷങ്ങളായി കേസ് നടത്തി. ഇൻഡോറിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആദ്യം കേസ് നടത്തി. അവിടുന്ന് അവർക്ക് ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു. അതിനെതിരെ മൊഴി ചൊല്ലിയ ഭർത്താവ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു. അതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഒരു 3-അംഗ ബെഞ്ച് ഈ കേസ് കേട്ടപ്പോൾ ഈ കേസിൽ ധാരാളം മാനങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ വാദം അനുസരിച്ച് ഈ സ്ത്രീ ജീവനാംശം നേടേണ്ട സ്ത്രീ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 125A(1)(a) പ്രകാരമാണ് ജീവനാംശം നേടുന്നത്. അത് ബാധകമല്ലെന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഈ മുസ്ലിം സ്ത്രീകൾക്ക് ബാധകമല്ല, ഈ വകുപ്പ് ബാധകമല്ല. അപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡാണോ മുന്നിൽ നിൽക്കുന്നത്, ഈ പേഴ്സണൽ നിയമമാണോ എന്നുള്ള ചോദ്യം വരുന്നു. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും നിയമങ്ങൾക്ക് മുന്നിൽ സമന്മാരാണ്. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ. അതുപോലെ ആർട്ടിക്കിൾ 15 മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനം പാടില്ല. ഇത്തരം ധാരാളം മാനങ്ങളുള്ളതിനാൽ ഇതൊരു 5-അംഗ ബെഞ്ചിന് വിടുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഇന്നത്തെ YV ചന്ദ്രചൂഡിൻ്റെ അച്ഛനായിരുന്നു ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഈ കേസ് കേട്ടിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് മറ്റ് മതങ്ങളിലെ സ്ത്രീകൾക്ക് തുല്യമായ രീതിയിൽ ജീവനാംശം നൽകാൻ വിവാഹമോചനം നൽകിയ ഭർത്താവിന് ബാധ്യതയുണ്ട് എന്ന് വിധി പ്രഖ്യാപിക്കുന്നു. ഇതൊരു ചരിത്രപ്രധാനമായ വിധിയാണ്. അതുവരെ മുസ്ലിം സ്ത്രീകൾക്ക് ഈ നിയമപരിരക്ഷ നേടാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. ഇത്തരം ചരിത്രപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 125(1)(a) മറ്റ് സ്ത്രീകൾക്ക് ജീവനാംശം, മറ്റ് മതങ്ങളിലെ സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് ജീവനാംശം നൽകുന്ന ആ വിധി, ആ വകുപ്പ് മുസ്ലിം സ്ത്രീകൾക്കും ബാധകമാണ്. അവിടെ മതം കടന്നു വരില്ല. ക്രിമിനൽ ലോ ഒരു പൗരന് ബാധകമാകുന്നിടത്ത് എൻ്റെ മതം ക്രിമിനൽ ലോ എനിക്ക് ബാധകമാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മതത്തിനെ അടിസ്ഥാനമാക്കി വിവേചനം പാടില്ലെന്നാണ് ഭരണഘടന മൗലികാവകാശം. അനുച്ഛേദം 15. അനുച്ഛേദം 14 പറയുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നാണ്. ഇതൊക്കെ അട്ടിമറിക്കുന്നതാവും ഇങ്ങനൊരു എതിർത്തുള്ള വിധി. എന്നാൽ രാജീവ് ഗാന്ധി 1986 സുപ്രീം കോടതിയുടെ ഈ 5-അംഗ ബെഞ്ചിൻ്റെ വിധി മറ്റൊരു നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിച്ചു. അത് വളരെ ലളിതമായി പറഞ്ഞാൽ, വിവാഹമോചിതരാകുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം നൽകുന്ന, അല്ലെങ്കിൽ അന്ന് ട്രിപ്പിൾ തലാഖുണ്ട്, ഇൻസ്റ്റൻറ്റ് തലാഖുണ്ട്, തലാഖ് എന്ന് പറഞ്ഞാൽ സ്ത്രീ വിവാഹബന്ധത്തിൽ നിന്ന് വേർപെടും. അങ്ങനെ വേർപെടുന്ന വിവാഹബന്ധം നഷ്ടപ്പെടുന്ന സ്ത്രീക്ക് ജീവനാംശം നൽകാൻ മുസ്ലിം പുരുഷന്മാർക്ക് നിയമബാധ്യതയില്ല എന്ന് വരുന്നതുപോലെ സുപ്രീം കോടതി വിധി അമെൻഡ് ചെയ്ത് 86 രാജീവ് ഗാന്ധി ഒരു നിയമം സൃഷ്ടിച്ചു. ഇതാണ് യഥാർത്ഥ ഭരണഘടന അട്ടിമറി. മനസ്സിലായില്ലേ? അതായത് മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തിന് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ആ ചട്ടം ബാധകമല്ലെന്ന് പറയുക. മതത്തിൻ്റെ പേരിൽ അനുച്ഛേദം 14 പറയുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം ബാധകമല്ലെന്ന് പറയുക. ഇതിൻ്റെ പേര് ഒരു പ്രത്യേക വിഭാഗത്തിന് ആർട്ടിക്കിൾ 15 പറയുന്ന മതത്തിനെ അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല എന്ന് പറയുക. അതായത് ഭാരതത്തിലെ നിരാലംബരായ മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചിതരായാൽ അവർക്ക് ജീവനാംശം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് 5-അംഗ ബെഞ്ചിൻ്റെ വിധി
അട്ടിമറിച്ച് പുതിയൊരു ഭരണനിർമ്മാണം. അതാണ് ഭരണഘടന അട്ടിമറി എന്ന് പറയുന്നത്. അന്ന് ഈ പറയുന്ന 414 പാർലമെന്റ് അംഗങ്ങളുടെ പിന്തുണ രാജീവ് ഗാന്ധിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ മോഡി ഭരണഘടന 400 സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ ഭരണഘടന അട്ടിമറിക്കുമെന്നൊക്കെ ഇവർ ഭയപ്പെട്ടത്. 400 സീറ്റിൽ കൂടുതലുള്ളപ്പോഴാണ് രാജീവ് ഗാന്ധി ഈ നിയമം ഇവിടെ കൊണ്ടുവന്നത്. ഇത്രയും ഭരണഘടന അനുച്ഛേദങ്ങളെയും നിയമത്തിനെയും അട്ടിമറിച്ചത്. ഇതാണ് യഥാർത്ഥ ഭരണഘടന അട്ടിമറി. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. മുസ്ലിം മതപണ്ഡിതന്മാർ പറഞ്ഞു ശരീഅത്ത് നിയമം അത് വ്യാഖ്യാനം ചെയ്യാൻ ഒരു കോടതിക്കും അവകാശമില്ല. അങ്ങനെ ചെയ്താൽ അത് സാക്രിലേജ്, മതനിന്ദയാണ്. ഇന്ന് വൈബി ചന്ദ്രചൂഡ് ഇന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിനെതിരെ ചില വിമർശനങ്ങളുണ്ട്. അദ്ദേഹം നിരീശ്വരവാദിയല്ല, ഈശ്വരവിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞത് വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ടല്ലോ. അതുപോലെ ഇദ്ദേഹത്തിന് അച്ഛൻ്റെ പേരിലൊന്നും വിമർശനങ്ങളുണ്ടായിരുന്നു. ഈ പേഴ്സണൽ ലോ വ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വിധിയിൽ എഴുതിയിട്ടുണ്ട് 1961 പാകിസ്ഥാനിൽ നിയമ ഭേദഗതികൾ വരുത്തി ഇൻസ്റ്റന്റ് തലാഖ് എന്ന് ചൊല്ലി വിവാഹമോചനം ചെയ്യുന്ന അവിടെ നിയമവിരുദ്ധമാണ്. അവിടെ ജീവനാംശം നൽകണം. ഈ പറയുന്ന മതരാഷ്ട്രത്തിൽ നിന്നും നിലവിലില്ല. ഇതൊക്കെ കാണിച്ചാണ് 5 അംഗ ബെഞ്ചിന്റെ വിധി വന്നത്. ആ വിധിയാണ് രാജീവ് ഗാന്ധി മറ്റൊരു നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിച്ചത്. ഇതൊരു വലിയ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിധി വന്നപ്പോൾ, അതായത് സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് നിയമപരമായി ലഭിക്കേണ്ട ജീവനാംശം തടഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു മന്ത്രി രാജിവെച്ചു. അദ്ദേഹമാണ് ഇന്നത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുസൽമാൻ ഈ വിധി അട്ടിമറിച്ചതിനെ പ്രതിഷേധിച്ചുകൊണ്ട് 38-ാം വയസ്സിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. അന്ന് അദ്ദേഹം രാജിവെക്കുന്ന 86-ൽ BJPക്ക് പാർലമെന്റിൽ 2 സീറ്റേ ഉള്ളൂ. കേരളത്തിൽ ഗവർണറാകുമെന്നൊക്കെ അദ്ദേഹത്തിന് മോഹമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഈ 2 പാർലമെന്റ് സീറ്റ് കണ്ടിട്ട്. മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഈ ഷബാനു വിധിക്ക് അനുകൂലമായി സംസാരിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിനെ അനുമോദിച്ചുകൊണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMന്റെ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ വനിതാ വേദിയായി മഹിളാ സമ്മേളനം, അവർ വനിതാ വിങ് ഉണ്ടല്ലോ, അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെ മുഖ്യാതിഥി ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് സ്വീകരിച്ച് ആദരിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന യോഗത്തിൽ പ്രസംഗിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാറിനെതിരെ പിള്ളേർക്ക് ഇത് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. ഇതവരെ ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഭരണഘടന അട്ടിമറിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ അപ്പീസ് ചെയ്യാനാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിജയരാഘവൻ പറഞ്ഞതുകൊണ്ട് തള്ളിക്കളയണമെന്നില്ല. തീർച്ചയായിട്ടും ഇതിലൊന്നും വസ്തുത ഇല്ലായ്മയില്ല. ഈ ബന്ധം വളരെയധികം ശക്തമാണ്. അവരതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ് ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് ആഘോഷം തുടങ്ങി. SDPയുടെ ആഘോഷം തുടങ്ങിയെന്നാണ് മാധ്യമങ്ങളിൽ കണ്ടതാണല്ലോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ചാനലിലൊക്കെ ആ ഒരു ചാനൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു കഴിഞ്ഞു. അദ്ദേഹം മറ്റു ചാനലുകളൊന്നും സന്ദർശിച്ചായിട്ട് നമ്മൾ കാണുന്നുമില്ല. അപ്പൊ ഇങ്ങനെ സിനിമയിലൊക്കെ പറയുന്ന ഈ അന്തർധാര വളരെ സജീവമാണ്. അപ്പൊ വിജയരാഘവൻ ഒരർത്ഥത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയൊക്കെ ചെന്നെത്തിയത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയുടെ വോട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതിനിടയിലുള്ള ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ തീവ്ര സംഘടനകളുടെ ഒരു ആനുകൂല്യത്തിൽ തന്നെയാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. അതെ, അത് കോൺഗ്രസ് കാണിച്ചൊരു മഹാമനസ്കതന്നെ. അവിടെ കോൺഗ്രസ് അവിടെ പതാക ഉപയോഗിച്ചില്ല, ഒരു ബലൂണാണ് വീർപ്പിച്ചത്. ഈ അവിടുത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ പതാകയ്ക്ക് പാകിസ്ഥാൻ പതാകയുമായിട്ട് സാദൃശ്യങ്ങളുണ്ട്. അത് തീർച്ചയായും വ്യത്യസ്തമാണ്. എങ്കിൽ പോലും വടക്കേ ഇന്ത്യയിൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് ഭയമുള്ളത് കാരണം അവർ മുസ്ലിം ലീഗിനോട് ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങൾ ബലൂൺ വീർപ്പിച്ച് മത്സരിക്കാമെന്ന് പറഞ്ഞു. അവർ തിരിച്ചൊരു കണ്ടീഷൻ വെച്ചു, ഞങ്ങൾ ബലൂൺ വീർപ്പിക്കാം, നിങ്ങളുടെ കോൺഗ്രസിൻ്റെ പതാകയായിട്ട് ഇവിടെ വരരുത്, നിങ്ങളും ബലൂൺ വീർപ്പിക്കുക. അങ്ങനെ ബലൂൺ വീർപ്പിച്ച് മത്സരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് വയനാട് മാറിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം സഹിഷ്ണുത സഹിച്ചാണ് അവർ. ഈ വയനാടിനെ കുറിച്ച് പറയുമ്പം ഒരു ഒബ്സർവേഷൻ ഉള്ളത്, രാഹുൽ ഗാന്ധിക്ക് ഈ ആദിവാസി ട്രൈബൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് അവരോടുള്ള ഒരു പ്രത്യേകമായ ഒരു വലിയൊരു സപ്പോർട്ടും അവരെ ഉയർത്തിക്കൊണ്ടാണ്. ഈ വയനാട് അതിന് പറ്റിയൊരു മണ്ഡലമാണ്. ഒരു ആദിവാസി യുവാവിനെയോ യുവതിയോ കോൺഗ്രസ് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റിയൊരു മണ്ഡലമാണ് വയനാട്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് വയനാട്ടിൽ ഇത് കാണിക്കുന്നില്ല? കേരളം പോലൊരു സാക്ഷരത കൂടി സംസ്ഥാനത്ത് നിന്ന് ഒരു ആദിവാസി യുവാവിനെയോ യുവതിയോ വയനാട്ടിൽ മത്സരിപ്പിച്ച് പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇത് മറ്റൊരു റായ്ബറേലിയോ അല്ലെങ്കിൽ അമേത്തിയോ ആക്കി മാറ്റി, ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധി ഡൽഹി ഇലക്ഷൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ശ്രീമാൻ വാദ്ര ഇവിടെ മത്സരിക്കുമെന്നൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വയനാട്ടിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വാർത്തകൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെയുള്ള ട്രൈബൽസിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ,
ഒരു ഒരു യുവാവിനെ, ഒരു 30 വയസ്സോളമുള്ള ഒരു യുവാവിനെ കാറിൽ 1.5 കിലോമീറ്റർ വലിച്ചിഴച്ചു കൊണ്ടുപോയതും, അതോടൊപ്പം തന്നെ മരണപ്പെട്ട ഒരു സ്ത്രീയെ പായിൽ പുതച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ വളരെയധികം നടുപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ വയനാടിൻ്റെ ഒരു ആദിവാസി ബെൽറ്റിനെ, ആ ഒരു മേഖലയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പുനരധിവസിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിനെ മികവുറ്റതാക്കി മാറ്റേണ്ടതിൻ്റെ ഒരു ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വേണ്ടതുണ്ട്. അതിൻ്റെ വലിയൊരു പരാജയം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഈ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുന്നത്. ഈ വയനാട് മണ്ഡലം വളരെ പ്രിയങ്കരമായി മാറിയത് ഡീലിമിറ്റേഷന് ശേഷം അതിലേക്ക് ചില പ്രത്യേക സ്ഥലങ്ങളൊക്കെ ചേർത്തു. അപ്പോഴാണ് ഇവിടെ MI ഷാനവാസ്, പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ദൗർഭാഗ്യവശാൽ സ്ഥിരമായി തോറ്റുപോകുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷേ ഈ ഡീലിമിറ്റേഷന് ശേഷം വയനാട്ടിലെ ഡെമോഗ്രഫിയിൽ അവിടുത്തെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജുകളിലൊക്കെ മാറ്റം വന്നപ്പോൾ അവിടെയാണ് ഇത് വളരെ ഈസി കേക്ക് വോക്ക് എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു മണ്ഡലമായി മാറുകയും അത് നെഹ്റു ഫാമിലി അത് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് പ്രത്യേകമായി ഡെമോഗ്രഫിക് റീസൺസ്, മതപരമായ കാരണങ്ങളുണ്ട്. ഓക്കെ.